വീട്ടമ്മയോടൊപ്പം യങ് ആയിട്ടുള്ള ആൾക്കാർ ഒളിച്ചോടുന്നൊക്കെ. ഭർത്തൃ മതിയായ സ്ത്രീയെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയെന്നൊക്കെ പത്രത്തിൽ നിരന്തരം കാണും. 90% കേസിലും എല്ലാവരും ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പല ആൾക്കാർക്ക് അത് കിട്ടിയില്ലെങ്കിലും അത് പ്രശ്നമല്ല. പക്ഷെ 2 എന്ന് പറയുന്നൊരു ക്യാരക്ടർ ശക്തമായുള്ളൊരാൾക്ക് അയാൾക്ക് ജീവവായു പോലെ പ്രധാനപ്പെട്ടതാണ് അംഗീകാരം. അത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, വേറെ എവിടുന്നെങ്കിലും കിട്ടുന്നു എന്ന് കണ്ടാൽ അവിടേക്ക് പോകും. അവിടെ ബുദ്ധി ഇല്ല, അവിടെ അവർക്ക് അംഗീകാരം തരുന്ന. നമ്മൾ വീട്ടിലുള്ള എന്താ പറയുക, വളരെ ഡിസിപ്ലിനായി വളരെ സംസ്കാരങ്ങൾ നോക്കി അച്ഛനമ്മമാർ വളർത്തുന്ന ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമില്ല. പിന്നീട് നമ്മൾ കാണുന്ന ആ കുട്ടി ഒരു ഗുണ്ടയുടെ പൊളിച്ചോടി ഇങ്ങനൊരു കൗൺസിലിംഗ് കേസ് വന്ന അതും എനിക്ക് തോന്നുന്നു ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. ഞാനത് വളരെ ഒരു ഗുണ്ടേൻ്റെ കൂടെ ഒളിച്ചോടി ഒരു പെൺകുട്ടീൻ്റെ കേസ് എനിയഗ്രാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു റെലവൻ്റ് കേസാണ്. കാരണം കുട്ടി 2 എന്ന് പറയുന്ന അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിട്ട് ഞാൻ അവിടെയാണ് പറഞ്ഞത് പാരൻറ്റിങ്ങിന് ഇതിലൊരു വലിയ സ്ഥാനമുണ്ടെന്ന്. ഈ അച്ഛനും അമ്മയാണെങ്കിൽ കുട്ടിക്ക് അംഗീകാരം കൊടുക്കാറില്ല. കാരണം അവരെ ഉദ്ദേശിച്ചതുപോലെ കുട്ടി ആവാത്തത് കൊണ്ട് അവർ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എപ്പോഴോ ഒന്ന് ഒരു ഗുണ്ട ഈ കുട്ടി പാട്ട് പാടിയപ്പോൾ നന്നായി എന്ന് പറഞ്ഞപ്പം പരിപാടി പങ്കെടുത്ത സമയത്ത് അവിടെ അപ്പോൾ അവിടെയാണ് രണ്ടിനെ സംബന്ധിച്ച് എനിക്ക് അംഗീകാരം തരുന്ന ആൾ ആരായാലും അയാൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അയാൾ എൻ്റെ യജമാനാണ്. അയാൾ ആരായാലും തിരക്കില്ല, എനിക്ക് അപ്രിസിയേഷൻ. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് പലപ്പോഴും ആൾക്കാർ ഫേക്കായിട്ടുള്ള അപ്രിസിയേഷൻ കൊടുത്ത് ഇത്തരം ആൾക്കാരെ വളച്ചുകൊണ്ട് പോകും. അവിടെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അംഗീകാരം തരുന്ന ആരായാലും അവിടെ ലോകം എത്ര എതിർത്താലും ഞാൻ അയാൾ പറയുന്നത് കേൾക്കും. ഒരു അഡിക്ഷനാണത്, എനിക്ക് അംഗീകാരം തരുന്നതോടുള്ള അഡിക്ഷൻ.